ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തന്നെ സ്വാധീനിച്ച് വശത്താക്കി ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുന്ന ദിതിയുടെ ആ സ്വഭാവത്തിൽ തെല്ലും അത്ഭുതപ്പെടാതെ അടുത്ത 2 ശ്ലോകം കൊണ്ട് സ്വാർത്ഥമതികളായ സ്ത്രീകളുടെ സ്വഭാവത്തെ പറയുന്നു. എന്നുവെച്ചാൽ എല്ലാ സ്ത്രീകളും എന്നല്ല, സ്വാർത്ഥതയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക മിടുക്കാണ് എന്ന് പറയുന്നു. 41-ാമത്തെ ശ്ലോകം. ശരത് പദ്മോത്സവം വക്ത്രം വചഃ ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം കോ വേദ ചേഷ്ടിതം. ഇങ്ങനെ സ്വാർത്ഥമതികളായ സ്ത്രീകൾ അഭിനയിക്കാൻ മിടുക്കരായിരിക്കും. അപ്പോൾ അവരുടെ വക്ത്രം, മുഖം, ശരത് പദ്മോത്സവം, ശരത്കാലത്തെ താമര പോലെ വികസിച്ചതായിരിക്കും. അതുപോലെ അവരുടെ ആ വർത്തമാനത്തിൽ ആളുകൾ വീണുപോകുന്ന രീതിയിൽ വചഃ ച ശ്രവണാമൃതം, വാക്കുകളൊക്കെ കാതുകൾക്ക് അമൃതധാരയായിരിക്കും. എന്നാൽ പുറമേ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവരുടെ ഹൃദയമാകട്ടെ, മനസ്സാകട്ടെ ക്ഷുരധാരാഭം, കത്തിയുടെ വായ്ത്തല പോലെ മൂർച്ചയുള്ളതും ആണ്. ഇങ്ങനെയുള്ള സ്ത്രീണാം ചേഷ്ടിതം, ഇത്തരത്തിൽ മനസ്സിൽ ദുഷ്ടലാക്കോടെ പെരുമാറുന്ന സ്ത്രീകളുടെ ഈ പെരുമാറ്റ രീതിയെ കഹവേദ, ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ ബ്രഹ്മജ്ഞനായ ഈ ഞാൻ പോലും ഇതിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് കശ്യപ പ്രജാപതി ചിന്തിക്കുന്നത്. ഇങ്ങനെ സ്വാർത്ഥമതികളായ സ്ത്രീകൾക്ക് തൻ്റെ കാര്യം സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും, അവരെ വധിച്ചിട്ടായാലും തൻ്റെ കാര്യം നേടിയെടുക്കും. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന വാർത്തകൾ. കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ അടിച്ച് മുറിവേൽപ്പിക്കാനോ ഒരു മടിയുമില്ലാത്ത അമ്മമാർ എന്ന് പറയുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ഒരു ശ്ലോകമാണ് 42-ാമത്തെ ശ്ലോകം. നഹി കശ്ചിത് പ്രിയഃ സ്ത്രീണാം അഞ്ജസ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം വാ ഘ്നന്തി അർത്ഥേ ഘാതയന്തി ച. സ്വാശിഷാത്മനാം, തൻ്റെ ആഗ്രഹത്തിൽ മാത്രം മനസ്സിരുത്തുന്ന ഇത്തരം സ്ത്രീകൾക്ക് അഞ്ജസ, യഥാർത്ഥത്തിൽ പ്രിയഃ, ശരിക്കും പ്രിയനായിട്ട് കശ്ചിത് നഹി, ആരുമില്ല. തനിക്കെന്താണോ സുഖം അത് നേടണം എന്ന ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ അർത്ഥേ, തനിക്കുള്ള തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി പതിം, ഭർത്താവിനെയോ പുത്രം, പുത്രനെയോ ഭ്രാതരം വാ, സോദരനെ പോലും കൊന്നേക്കും, ഘാതയന്തിച്ച, കൊല്ലിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാർത്ഥമതികളായ സ്ത്രീകൾ ശരിക്കും വിഷസർപ്പം പോലെയാണ്. അവർ എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. ഒരു കുടുംബത്തിലെ ഒരുപാട് പേരെ പലപ്പോഴായിട്ട് ഇല്ലാതാക്കിയ പ്രമാദമായ ഒരു കൊലക്കേസ് ഇതിനൊക്കെ ഉദാഹരണമാണ്. അതേസമയം വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൊടുത്തിരിക്കണം, വരം കൊടുത്തിരിക്കണം. എന്നാൽ താൻ ചെയ്യാൻ പോകുന്ന ഒരു അപരാധത്തെക്കുറിച്ച്, ഇന്ദ്രനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് അസംഭാവ്യമാണ്. എന്നാൽ ഇതെല്ലാം നടക്കുകയും വേണം, വരം കൊടുക്കുകയും വേണം, അതിലൂടെ ദിതി തൃപ്തയാകണം. എന്നാൽ ഇന്ദ്രൻ കൊല്ലപ്പെടാനും പാടില്ല. അങ്ങനെ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് കശ്യപ പ്രജാപതി പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യമാണ് 43-ാമത്തെ ശ്ലോകം. പ്രതിശ്രുതം ദദാമി ഇതി വചഃ തദ് ന മൃഷാ ഭവേത് വധം ന അർഹതി ച ഇന്ദ്രഃ അപി തത്ര ഇദം ഉപകൽപ്പതേ.
ദദാമി ഞാൻ വരം തരാം എന്ന് ഇതി പ്രതിശ്രുതം ഞാൻ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തതു വചഃ ആ വാക്ക് മൃഷ ന ഭവേത് അത് വ്യർത്ഥമായി ഭവിച്ചുകൂടാം. എന്നാൽ ഇന്ദ്രഹ അപി ഇന്ദ്രനാകട്ടെ വധം ന അർഹതീശ വധിക്കപ്പെടാൻ അർഹിക്കുന്നതുമില്ല. തത്ര ആയതിനാൽ ഉള്ളിൽ താൻ ചിന്തിച്ച ആ ബുദ്ധിപരമായ കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇതം ഉപകൽപ്പതേ ഇത് പ്രാവർത്തികമാക്കാം. അതെന്താണെന്ന് ഇനി പറയും. അപ്പോൾ കശ്യപ പ്രജാപതി നന്നായിട്ട് ആലോചിച്ച് ഒരു കാര്യം ഉള്ളിൽ തീരുമാനിച്ചു. ദിതിയെ സന്തോഷിപ്പിക്കുകയും വേണം, തൻ്റെ വാക്ക് വ്യർത്ഥമാകാനും പാടില്ല, എന്നാൽ ഇന്ദ്രൻ വധിക്കപ്പെടാനും പാടില്ല. അങ്ങനെ ഒരു കാര്യത്തെയാണ് കശ്യപ പ്രജാപതി ഉള്ളിൽ ചിന്തിച്ചുറപ്പിച്ചത്. 44-ാമത്തെ ശ്ലോകം. ഇതി സഞ്ചിന്യ ഭഗവാൻ മാരീചഃ കുരുനന്ദന ഉവാച കിഞ്ചിത് കുപിത ആത്മാനം ച വിഗർഹയൻ. ഹേ കുരുനന്ദന, ഭഗവാൻ മാരീചഃ ജ്ഞാനിയായ ആ കശ്യപ പ്രജാപതി ഇതി സഞ്ചിന്യ ഇപ്രകാരം നന്നായി ചിന്തിച്ച്, എന്നാൽ അപ്പോഴും ഒരു സ്വയം അമർഷമുണ്ട്. അതാണ് കിഞ്ചിത് കുപിതഃ അല്പം കുപിതനായിട്ട് ആത്മാനം വിഗർഹയൻ തന്നെ തന്നെ നിന്ദിച്ചുകൊണ്ടും ഇപ്രകാരം ഉവാച ദിതിയോട് പറഞ്ഞു. കശ്യപ ഉവാച കശ്യപ പ്രജാപതി പറയുന്നു. 45-ാമത്തെ ശ്ലോകം. പുത്രഃ തേ ഭവിതാ ഭദ്രേ ഇന്ദ്രഃ ദേവബാന്ധവഃ സംവത്സരം വ്രതം ഇദം യതി അഞ്ചഃ ധാരയിഷ്യസി. ഒരു വ്രതമെടുക്കാനാണ് പറയുന്നത്. അതും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതം. ഹേ ഭദ്രേ, സുമംഗലേ, ഇതം വ്രതം ഞാനൊരു വ്രതം പറഞ്ഞു തരാം. ഇതിനെ സംവത്സരം ഒരു വർഷം മുഴുവൻ അഞ്ചഃ ധാരയിഷ്യസി ശരിയായ വിധം നീ എടുക്കുകയാണ് യതി എങ്കിൽ ഇന്ദ്രഃ ഇന്ദ്രനെ കൊല്ലുന്ന പുത്രഃ തേ ഭവിത പുത്രൻ നിനക്കുണ്ടാകും. അതേസമയം വ്രതത്തിന് ദോഷം സംഭവിച്ചാൽ അതിവിടെ പറയുന്നില്ല. ദേവബാന്ധവഃ ദേവന്മാർക്ക് ബന്ധുവായവൻ ഉണ്ടാകും. ഒരു തരത്തിൽ ഇത് ദിതിക്ക് കൊടുത്ത ഒരു ചെറിയ ശിക്ഷയും കൂടെയാണ്. കാരണം കുറേ നിബന്ധനകളോടുകൂടിയ ഒരു വ്രതമാണ് അനുഷ്ഠിക്കാൻ വേണ്ടി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വ്രതം എടുക്കുമ്പോൾ ആദ്യമൊക്കെ ഇന്ദ്രനെ ഹനിക്കണം എന്ന ചിന്തയോടുകൂടിയൊക്കെ ആയിരിക്കാം അത്ര കഠിനമായിട്ട് വ്രതമെടുക്കും. അങ്ങനെ വ്രതമെടുത്താൽ ആ വ്രതത്തിന്റെ മഹത്വം കൊണ്ട് ചിത്തശുദ്ധി വന്നേക്കാം. അങ്ങനെ ചിത്തശുദ്ധി വന്നാൽ ഇന്ദ്രവിരോധം വിട്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തെ ഒരു ആഗ്രഹം പോലും മാറി വരാം. അപ്പോൾ പുത്രന് അമർത്യത്വം സംഭവിക്കാം. അതും ആഗ്രഹിച്ചിരുന്നല്ലോ, എൻ്റെ മകൻ മരിക്കാൻ പാടില്ല എന്നും ചിന്തിച്ചിരുന്നു. ഇനി ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു ദിവസം പോലും വ്രതം കൃത്യമായി അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോഴാണ് ഒരുപാട് വിധികളുള്ള ഒരു വ്രതം ഒരു വർഷം അനുഷ്ഠിക്കാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് ഇതിന് സംഭവിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ കശ്യപ പ്രജാപതി മുൻകൂട്ടി പറഞ്ഞു, നിന്റെ വ്രതത്തിന് ഭംഗം വന്നാൽ അവൻ ഇന്ദ്രവിരോധിയാകുന്നതിന് പകരം ഇന്ദ്രനെ സഹായിക്കുന്നവൻ ആയിത്തീരും. സത്യത്തിൽ ഇതൊരു കുടുക്കാണ് കശ്യപ പ്രജാപതി തിരിച്ചു കൊടുത്തത്. അതേസമയം ഇന്ദ്രൻ കൊല്ലപ്പെടും എന്നുണ്ടെങ്കിൽ, ഇന്ദ്രനെ കൊല്ലാനായിട്ടൊരു മകനെ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ആ വ്രതം എടുത്തുകൊള്ളാം എന്ന് ദിതി വാക്കു കൊടുക്കുകയാണ്. ദിതിരുവാച 46-ാമത്തെ ശ്ലോകം. ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ ബ്രൂഹി കാര്യാണി യാനി മേ യാനി ച ഇഹ നിഷിദ്ധാനി ന വ്രതം ഘ്നന്തി യാനി തൂ. ഹേ ബ്രഹ്മൻ, വ്രതം ധാരയിഷ്യേ അങ്ങ് പറയുന്ന ഏത് വ്രതത്തെയും ഞാൻ ധരിച്ചുകൊള്ളാം. ഇനി ഇങ്ങനെ ഒരു വ്രതം എടുക്കുമ്പോൾ ഇഹ അതിൽ യാനി യാതൊന്നുകളൊക്കെ കാര്യാണി
കാര്യമെന്നാൽ ചെയ്യേണ്ടത്. ഞാൻ എന്തൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടത്. ഇനി യാനിച്ച, യാതൊന്നതൊക്കെ നിഷിദ്ധാനി, ചെയ്യാൻ പാടില്ലയോ. ഇനി യാനിതു, യാതൊന്നു ചെയ്താൽ വ്രതം ന ഘ്നന്തി, വ്രതത്തെ നശിപ്പിക്കുകയില്ലയോ. അതൊക്കെ തന്നെ എനിക്ക് വ്യക്തമായിട്ട് മേ ബ്രൂഹി, എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ തയ്യാറാണ്. എത്ര കഠിനമായ വ്രതമായാലും ഞാൻ അത് അനുഷ്ഠിക്കാൻ തയ്യാറാണ്. ഇന്നത്തെ കാലത്ത് വ്രതം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്. സത്യത്തിൽ അതിലൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഒരു വ്രതം എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. ഇത് ദിതിക്കുള്ള ഉപദേശം മാത്രമല്ല, വ്രതമെടുക്കുന്ന എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. ഇതിൽ ഈ ഒരു വ്രതത്തിന്റെ മാത്രമായ പ്രത്യേകതകൾ അതിനി പറയാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ പറയുന്നതൊക്കെ പൊതുവായ, ഏത് വ്രതത്തിനും പൊതുവായ കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊരു വ്രത ചിട്ടകൾ നമ്മുടെ ഋഷിമാർ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനായിരിക്കുമല്ലോ ഈ വ്രതം എടുക്കുന്നത്. അങ്ങനെ കാര്യസാധ്യത്തിനായിട്ടാണെങ്കിലും ഈ രീതിയിലാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത, നിത്യവും ഭഗവാനെ ഭജിക്കാൻ തോന്നുന്ന ആ മാനസിക ഭാവത്തിലേക്ക്, മാനസികമായ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. അങ്ങനെ ഒരാഗ്രഹവും ഇല്ലാത്ത, ഇത്രയും ദിവസം, ഏത് വ്രതത്തിനും കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാ ദിവസവും ഇത് എടുക്കുമ്പോൾ, ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജം തിരിച്ചറിഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഈ ഒരു രീതിയിൽ ഒരു പക്ഷെ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് ഈ രീതിയിൽ ഓരോ മാസം കഴിഞ്ഞ്, ഓരോ വർഷം കഴിഞ്ഞ്, അങ്ങനെ ജീവിതകാലം മുഴുവൻ അതൊരു ചിട്ടയായി തീരുമ്പോൾ അയാൾ ശരിക്കും ഒരു ഭക്തനും ജ്ഞാനിയും യോഗിയുമൊക്കെ ആയിത്തീരും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയായ രീതിയിലല്ല ആരും എടുക്കുന്നത്. ഇപ്പോൾ തന്നെ 41 ദിവസത്തെ മണ്ഡലവ്രതം എന്ന് പറയുന്നത് പോലും പലരും വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് ഇന്നത്തെ മണ്ഡലവ്രതങ്ങളൊക്കെ തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, അയ്യപ്പന്മാരെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അതായത് സ്വാമിയായിട്ട് വ്രതമെടുത്ത് നടക്കുന്നവരുടെ ആ ശീലങ്ങൾ, ഭാവഹാവാദികൾ, പെരുമാറ്റം കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ പറയുന്ന ഒരു ചിട്ടയും അവർ പാലിക്കുന്നില്ല. ഒരു പക്ഷെ രാവിലെ കുളിക്കുന്നുണ്ടാകാം, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം. ഇതല്ലാതെ മറ്റൊരു കാര്യവും ഇത്തരത്തിലുള്ള ഒരാളും തന്നെ പാലിക്കുന്നില്ല എന്ന് അവരെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ വ്രതത്തിനും ബാധകമാണ്. കശ്യപ ഉവാച, 47-ാമത്തെ ശ്ലോകം. നഹിംസ്യാത് ഭൂതജാതാനി ന ശപേത് അനൃതം വദേത് ന ചിന്ത്യാത് നഖരോമാണി ന സ്പൃശേത് യത് അമംഗളം. ഭൂതജാതാനി നഹിംസ്യാത്, ഒരു പ്രാണിയെയും ഹിംസിക്കരുത്. വാക്കുകൊണ്ടുപോലും അവരെ മുറിവേൽപ്പിക്കരുത്. ന ശപേത്, ആരെയും ശപിക്കരുത്, ആരുടെ നേർക്കും ആക്രോശിക്കരുത്. അനൃതം നവദേത്, കള്ളം പറയരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. നഖരോമാണി നച്ചിന്ത്യാത്, നഖങ്ങളും രോമങ്ങളും മുറിക്കരുത്. അമംഗളം യത്, മംഗളമല്ലാത്ത യാതൊന്നും നസ്പൃശേത്, തൊട്ടുകൂടാ. സത്യത്തിൽ ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുറച്ചു കാലം ചെയ്താൽ തന്നെ ആ മനുഷ്യൻ ശുദ്ധനാകും. എല്ലാ വ്രതങ്ങളുടെയും ഉദ്ദേശം സത്യത്തിൽ അതാണ്. 48-ാമത്തെ ശ്ലോകം. ന അപ്സു സ്നായാത് ന കുപ്യേത ന സംഭാഷേത ദുർജനൈഹി ന വസീത അധൗതവാസഃ സ്രജം ച വിധൃതാം ക്വചിത്. അപ്സു
വെള്ളത്തിൽ ന സ്നായാത് മുങ്ങിക്കുളിക്കരുത്. ന കുപ്യേത ആരോടും ദേഷ്യപ്പെടരുത്. ദുർജനൈഹി ന സംഭാഷേത ദുർജനങ്ങളുമായിട്ട്, അതായത് എപ്പോഴും ഈ നെഗറ്റീവ് ചിന്തിക്കുക, നെഗറ്റീവ് വർത്തമാനങ്ങൾ പറയുക, മോശം വർത്തമാനങ്ങൾ പറയുക, എല്ലാറ്റിനും അപ്പുറം ദൈവീകമായ യാതൊരു ഉപാസനയോ അത്തരം ചിന്തകളോ ഒന്നുമില്ലാത്ത, സത്ചിന്തകൾ ഇല്ലാത്തവരുമായിട്ട് അധികം കൂട്ടുകൂടാതിരിക്കുക, പ്രത്യേകിച്ച് ഈ വ്രതകാലങ്ങളിൽ. ഇനി അധൗതവാസഹ അലക്കാത്ത വസ്ത്രത്തെയും ക്വചിത് വിധൃതാം ഒരിക്കൽ ചൂടിയ സ്രജം ച മാലയെയും ന വസീത ധരിക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും മുങ്ങിക്കുളിക്കാതെ വീട്ടിൽ നിന്ന് കുളിക്കുക. അതുപോലെ എപ്പോഴും അലക്കിയ വസ്ത്രം, നല്ല ശുദ്ധമാക്കിയ വസ്ത്രവും, ഇനി പൂ ചൂടുന്നുണ്ടെങ്കിൽ, അത് സ്ത്രീകളെ സംബന്ധിച്ച് പൂ ചൂടുന്നുണ്ടെങ്കിൽ തലേന്ന് ചൂടിയത് ചൂടരുത്. 49-ാമത്തെ ശ്ലോകം. ന ഉച്ഛിഷ്ടം ചണ്ഡികാന്നം ച സാമിഷം വൃഷളാഹൃതം ഭുഞ്ജീത ഉദക്യയാ ദൃഷ്ടം പിബേത് അഞ്ജലിനാ തു അപഹ. ഉച്ഛിഷ്ടം, മറ്റൊരാൾ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം, അതിന് ഭർത്താവായാലും ആ ഉച്ഛിഷ്ടം കഴിക്കരുത്. അതുപോലെ ചണ്ഡികാന്നം, ഭദ്രകാളിക്ക് നിവേദിച്ച അന്നത്തെ കഴിക്കരുത് എന്ന് പറയുന്നു. അതുപോലെ വൃഷളാഹൃതം, ഇവിടെ വൃഷളൻ എന്നതുകൊണ്ട് ശൂദ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന, അതായത് കുളിച്ച് ശുദ്ധമാകാതെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കരുത്. അതുപോലെ സാമിഷം, മാംസമിശ്രിതമായ വസ്തു, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കരുത്. അതുപോലെ രജസ്വലയായ സ്ത്രീയാൽ ദൃഷ്ടം ച അവർ ദൃഷ്ടി പതിപ്പിച്ച, കാരണം രജസ്വലയാവുക എന്ന് പറയുമ്പോൾ അവരുടെ ഗർഭപാത്രത്തിലുള്ള വേണ്ടാത്ത രക്തമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തത് പുറത്തു പോകുമ്പോൾ അത് ഒരു അശുദ്ധിയായിട്ട് തന്നെ കണക്കാക്കുന്നു. അങ്ങനെ അത്തരത്തിലിരിക്കുന്നവരുടെ ദൃഷ്ടി പതിപ്പിച്ചതിനെയും ന ഭുഞ്ജീത ഭക്ഷിക്കരുത്. പിന്നെ അഞ്ജലിന കൈക്കുമ്പിൽ കൊണ്ട് അപഹ വെള്ളം ന പിപേത് അത് ഇങ്ങനെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിക്കരുത് എന്ന് പറയുന്നു. ഇവിടെ ചണ്ഡിക എന്നതിന് ഉറുമ്പ് എന്നൊരു അർത്ഥവും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉറുമ്പരിച്ച ചോറ് എന്ന അർത്ഥവും സിദ്ധിക്കുന്നതാണ്. 50-ാമത്തെ ശ്ലോകം. ന ഉച്ഛിഷ്ട അസ്പൃശ സലില സന്ധ്യായ മുക്തമൂർധജ അനഞ്ചിത അസംയതവാക് ന അസംവീത ബഹിഹി ചരേത്. ഉച്ഛിഷ്ട ഇവിടെ പറയുന്നത് അവനവനും തന്നെ കഴിച്ച് പൂർത്തിയാക്കാതെ എഴുന്നേറ്റ് അങ്ങനെ പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ തിന്നതിനെ വായിൽ ബാക്കി വെച്ചുകൊണ്ടും, അതുപോലെ അസ്പൃഷ്ട സലില വെള്ളം കൊണ്ട് മുഖാദി അവയവ ശുദ്ധി ചെയ്യാതെയും, പിന്നെ സന്ധ്യായാം സന്ധ്യാസമയത്തും, മുക്തമൂർധജ ഇവിടെ ദിതിയോട് പറയുന്നത് കൊണ്ട് പറയുന്നു തലമുടി അഴിച്ചിട്ടുകൊണ്ടും, അനഞ്ചിത ഭൂഷണങ്ങളൊന്നും അണിയാതെയും, അസംയത വാക്കുകളെ നിയന്ത്രിക്കാതെ കാണുന്നവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നും പോകരുത്, പുറത്തിറങ്ങരുത് എന്നാണ് പറയുന്നത്. അസംവീത ഉത്തരീയത്താൽ ഉടൽ മറക്കാതെയും, ബഹിഹി ന ചരേത് പുറമേ ഇറങ്ങി നടന്നുകൂടാ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ചവച്ചുകൊണ്ട് നടന്നു പോവരുത്. നമ്മൾ ഒരിടത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിച്ചത് പൂർത്തിയാക്കി വെള്ളം കൊണ്ട് ശുദ്ധിയാക്കി വായ കഴുകി വൃത്തിയാക്കി എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങിപ്പോകാവുള്ളൂ. അതുപോലെ സന്ധ്യാസമയത്ത് നടന്നു പോകരുത്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല. തലമുടി അഴിച്ചിട്ടുകൊണ്ടും
അതുപോലെ ഭൂഷണങ്ങൾ അണിയാതെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സുമംഗലിയായിട്ടുള്ള സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞു വേണം നടക്കാൻ. പിന്നെ ഉത്തരീയത്താൽ ഉടൽ മറക്കാതെ, ഇത് അന്നത്തെ കാലമായതുകൊണ്ട് ഇങ്ങനെയൊന്നും പുറത്തിറങ്ങിക്കൂടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതിനെ വേറെ രീതിയിലൊന്നും എടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ ഒരുമാതിരി വീട്ടിൽ അടച്ചിട്ടതുപോലെ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അതിനെയാണ് വ്രതം എന്നൊക്കെ പറയുന്നത്. വ്രതശുദ്ധി വേണം എന്നുണ്ടെങ്കിൽ റോഡിൽ അലഞ്ഞു തിരിയാതെ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വീട്ടിൽ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ അത് വ്രതമാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് വ്രതമാണ് എന്ന് പറയുകയും തോന്നിയതുപോലെ നടക്കുകയും ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. 51-ാമത്തെ ശ്ലോകം. ന അധൗദപാദ അപ്രയത ന ആർദ്രപാദ ഉദക്ഷിരാഹ ശയീത ന അപരാങ് ന അന്യൈഹി ന നഗ്ന ന ച സന്ധ്യയോഹോ. ഇനി എങ്ങനെയൊക്കെ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. അധൗദപാദ, കാൽ കഴുകാതെ. അതുപോലെ അപ്രയത, മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട്, മനസ്സിൽ ദുർവിചാരങ്ങൾ വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകൾ, അങ്ങനെ മനസ്സ് പതറിക്കൊണ്ട് ഉറങ്ങാൻ പോകരുത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിനെ ശാന്തമാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അർത്ഥം. എന്നാൽ കാൽ കഴുകിയാലും നന്നായി തുണി കൊണ്ട് ആ വെള്ളം മുഴുവൻ ഒപ്പിയെടുക്കണം. കാരണം ആർദ്രപാദ, നനഞ്ഞ കാലോടുകൂടെ കിടക്കരുത്. ഉദക്ഷിരാഹ, വടക്കോട്ട് തലവെച്ചുകൊണ്ടും അരുത്. പരാക്ന, പടിഞ്ഞാറോട്ടും തലവെച്ച് ഉറങ്ങരുത്. അന്യേഹി, അറിയാത്ത ആളുകളോടുകൂടെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉറങ്ങരുത്. നഗ്നാന, നഗ്നയായിട്ടും ഉറങ്ങരുത്. സന്ധ്യയോഹോച്ച, ഇരു സന്ധ്യകളിലും പാടില്ല. അതായത് പുലർച്ചെ എഴുന്നേൽക്കണം, ഉഷസന്ധ്യയ്ക്ക് മുന്നേ എഴുന്നേൽക്കണം. അതുപോലെ വൈകുന്നേരത്തെ സായം സന്ധ്യാസമയത്തും ഉറങ്ങരുത്. അത് പൊതുവെ നമ്മൾ അങ്ങനെ ഉറങ്ങാറില്ല, പക്ഷെ ഉഷസന്ധ്യ ശ്രദ്ധിക്കണം, അതിനു മുന്നേ തന്നെ എഴുന്നേൽക്കണം വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ. ഇതുവരെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു. 52-ാമത്തെ ശ്ലോകം. ധൗതവാസാഹ ശുചിഹി നിത്യം സർവമംഗള സംയുത പൂജയേത് പ്രാതരാശാത് പ്രാഗ് ഗോവിപ്രാൻ ശ്രിയം അച്യുതം. ധൗതവാസാഹ, അലക്കിയ വസ്ത്രം ധരിച്ച്, ശുചിഹി, ശരീരവും മനസ്സും ശുദ്ധമാക്കി വെക്കണം. മനസ്സിൽ അമംഗളകരമായ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് ദോഷം ചിന്തിക്കരുത്, അസൂയ പാടില്ല. ഇങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് സർവമംഗള സംയുത, വീടൊക്കെ അതിന് മുന്നേ തന്നെ, നമ്മളൊരു വ്രതം എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീടൊക്കെ വളരെ വൃത്തിയായി അടിച്ചുവാരി വൃത്തിയാക്കി തുടച്ച്, അതുപോലെ വീട്ടിലെപ്പോഴും ഒരു മംഗളം നമുക്ക് തോന്നിക്കുന്ന വിധത്തിൽ വിളക്ക് കത്തിക്കുക, അഗർബത്തിയെങ്കിൽ അങ്ങനെ പുകയ്ക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ നമ്മളൊരു ക്ഷേത്രത്തിലാണ് എന്ന് തോന്നുന്ന വിധത്തിൽ വീടിനെ ഒന്ന് ഒരുക്കുക. അതാണ് സകല മംഗള വസ്തുക്കളോടും കൂടിയവളായിട്ട്. പ്രാതരാശാത് പ്രാക്ക്, പ്രാതൽ കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഗോ വിപ്രാൻ, ഗോക്കളെയും ബ്രാഹ്മണരെയും ശ്രിയം ലക്ഷ്മീദേവിയെയും അച്യുതം ഭഗവാൻ ശ്രീഹരിയെയും നിത്യം പൂജയേത്, പതിവായി പൂജിക്കണം. 53-ാമത്തെ ശ്ലോകം. സ്ത്രീയഃ വീരവതീഃ ച അർച്ചേത് സ്രഗ്ഗന്ധ ബലിമണ്ഡനൈഃ പതിം ച അർച്ച്യ ഉപതിഷ്ഠേത് ധ്യായേത് കോഷ്ഠഗതം ച തം. വീരവതീഃ, സുമംഗലികളായ സ്ത്രീയഃ, സ്ത്രീകളെ ആരാധിക്കണം എന്നാണ് പറയുന്നത്.
ഇങ്ങനെ സുമംഗലികളായ സാത്വികരായ സ്ത്രീകളെ അവർക്ക് വേണ്ടുന്ന ഇന്നത്തെ കാലത്താണെങ്കിൽ പട്ടുവസ്ത്രം, ഏതെങ്കിലും രീതിയിലുള്ള സാരി, നല്ല സാരി, പിന്നെ അവർ ഇഷ്ടപ്പെടുന്ന ആഭരണങ്ങൾ, അതാണ് സ്രഗ് ഗന്ധ ബലി മണ്ഡനൈഹി, പൂമാല, കുറിക്കൂട്ട്, ഭക്ഷണം, അതുപോലെ ആഭരണങ്ങൾ, ഇവ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ട് അവരെ അർച്ചേത്, ആരാധിക്കണം. പതിം ച അർച്ച്യ, ഭർത്താവിനെയും നന്നായി ആരാധിച്ച് ഉപതിഷ്ഠേത, വാഴ്ത്തി വണങ്ങുക. ഇത് പ്രത്യേകമായി ഇനി പറയാൻ പോകുന്ന ആ വ്രതവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒരു കുഞ്ഞുണ്ടാവുക എന്ന വ്രതത്തിനാണ് ഇവിടെ, വ്രതമാണ് ദിതി എടുക്കാൻ പോകുന്നത്, ആചരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പ്രത്യേകമായ ചിട്ട. ഇത് പൊതുവായ വ്രതത്തിന് ബാധകമല്ല. അതുപോലെ ഭർത്താവിനെ തം കോഷ്ഠഗതം ച, തൻ്റെ ഗർഭത്തിൽ ആ ഭർത്താവിൻ്റെ ബീജം പുത്രരൂപേണ വരികയാണ് ചെയ്യുക. അപ്പോൾ ഭർത്താവ് തന്നെയാണ് യഥാർത്ഥത്തിൽ തന്നിലേക്ക് ആവേശിക്കുന്നത്, പ്രവേശിക്കുന്നത് എന്ന് ധ്യായേ, നനച്ചുകൊള്ളണം. കാരണം പുരുഷന്മാരുടെ വീര്യം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു അംശമാണ്. ആ അംശത്തിൽ നിന്ന് തന്നെയാണ് പുതിയ സൃഷ്ടി നടത്തുന്നത്. എങ്ങനെയാണോ ഈശ്വരൻ തന്നെ തന്നെ വിഭജിച്ച് പലതാക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ ഈ ഭൂമിയിലും നടക്കുന്നത്. ഓരോ മനുഷ്യനും അവന്റെ തന്നെ അംശത്തെ ബീജമാക്കി രൂപീകരിച്ചിട്ട്, അത് അവരല്ല ചെയ്യുന്നത്, പ്രകൃതിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പുരുഷനിൽ നിന്നും വീര്യത്തെ പ്രത്യേകമായിട്ടെടുത്ത് പുതിയൊരു സൃഷ്ടി നടത്തുകയാണ്. അപ്പോൾ ഓരോ ബീജവും ഓരോ വീര്യവും എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അങ്ങനെ ഭർത്താവ് തന്നെയാണ് പുത്രരൂപത്തിൽ എൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് അത് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഭർത്താവിനെ ആരാധിക്കണം. ഇത്രയും വ്രതത്തിന്റെ ചിട്ടകൾ പറഞ്ഞിട്ട് പറയുന്നു 54-ാമത്തെ ശ്ലോകം. സംവത്സരം പുംസവനം വ്രതം ഏതത് അവപ്ലുതം ധാരയിഷ്യസി ചേത് തുഭ്യം ശക്രഹ ഭവിത സുതഃ. പുംസവനം, പുത്രനെ ഉണ്ടാക്കാൻ പ്രാപ്തമായ ഏതത് വ്രതം, ഈ വ്രതത്തെ അവപ്ലുതം, തെറ്റുപറ്റാതെ സംവത്സരം, ഒരു വർഷം മുഴുവൻ ധാരയിഷ്യസി ചേത്, നീ എടുക്കുകയാണെങ്കിൽ, നീ ആഗ്രഹിക്കുന്നത് പോലെ, തുഭ്യം, നിനക്ക്, ശക്രഹ, ഇന്ദ്രനെ വധിക്കുന്ന ഒരു സുതഃ, മകൻ, ഭവിത, ഉണ്ടാകുന്നതാണ് എന്ന് അനുഗ്രഹിക്കുന്നു. 55-ാമത്തെ ശ്ലോകം. ബാഢം ഇതി അഭിപ്രേത്യ അധ ദിതി രാജൻ മഹാമനാഹ കാശ്യപം ഗർഭം ആധത്ത വ്രതം ച അഞ്ജഃ ദധാര സാ. ഹേ രാജൻ, അധ അനന്തരം, മഹാമനാഹ ദിതിഹി, മനക്കരുത്തുള്ള ദിതി, ബാഢം ഇതി, ശരി ഞാൻ അതുപോലെ തന്നെ ചെയ്യാം എന്ന് അഭിപ്രേത്യ, സമ്മതിച്ച ശേഷം, കാശ്യപം ഗർഭം ആധത്ത, കശ്യപമുനിയിൽ നിന്ന് ഗർഭം ധരിച്ചു. അങ്ങനെ സാ, അവൾ, അഞ്ജഃ, മുറപ്രകാരം, വ്രതം ച ദധാര, ഈ പുംസവനം എന്ന ആ വ്രതത്തെ മുറയോടെ, വിധി തെറ്റാതെ അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.